ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫുഡ് ഫോർ ഹെൽത്ത് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് 6 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓർഡർ വൈസ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഡോക്ടർ, ഐ തിങ്ക് മൈ ഡോട്ടർ ഈസ് അണ്ടർ വെയ്റ്റ്. ഷീ ഈറ്റ്സ് വെരി ലിറ്റിൽ ഫുഡ്. വാട്ട് ക്യാൻ ഐ ഡു? അപ്പോൾ എൻ്റെ മകള് അണ്ടർ വെയ്റ്റ് ആണ്, അതായത് നമുക്ക് ആവശ്യമുള്ള വെയ്റ്റിനേക്കാൾ കുറവാണ്. അവൾ വളരെ കുറച്ച് ഫുഡാണ് കഴിക്കുന്നുള്ളൂ. എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത്? സ്ലൈറ്റ് വെയ്റ്റ് ലോസ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ. ചെറുതായിട്ടുള്ള വെയ്റ്റ് ലോസ് ഒന്നും അത്ര വലിയ സംഭവമല്ല. ഈസ് ഇൻ ഷീ ഇൻ എ ഗ്രോവിങ് ഏജ്. ഷീ വിൽ ബി ഫൈൻ സൂൺ ബട്ട് ഷുഡ് എൻഷുർ അഡ്യൂക്കേറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. അതായത് അവൾ വളർന്ന് കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയല്ല, അപ്പോൾ ഇനി വരും കാലങ്ങളിൽ അവൾ വെയിറ്റ് വെച്ചോളും, പക്ഷേ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഡിഡ് യു നോട്ടീസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മോം ആൻഡ് ഡോട്ടർ? അതായത് ആ ഡോക്ടറും ആ കുട്ടിയുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചോ? സം ഓഫ് യു ഹാഡ് ദിസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. വാട്ട് ഈസ് ദ മെൻറ്റ് ബൈ ന്യൂട്രീഷ്യസ് ഫുഡ്? എന്താണ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡാണ് ന്യൂട്രീഷ്യസ് ഫുഡ്. അപ്പോൾ വി ഹാവ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് അറൗണ്ട് അസ്. വി ഈറ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കുക്ക്ഡ് ആൻഡ് റോ ഫുഡ് ഐറ്റംസ്. നമ്മൾ ഒരുപാട് കൈൻഡ് ആയിട്ടുള്ള കുക്ക് ചെയ്തിട്ടുള്ള ഫുഡും അതുപോലെ പച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡും നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫുഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്യണം? സം ഫുഡ് ഐറ്റംസ് വി യൂഷ്വലി ഈറ്റ് ആർ ഗിവൺ in the picture. How can we classify them? നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മുടെ സെറൽസ് ആണല്ലേ. ബി അതായത് നമ്മുടെ ധാന്യങ്ങളാണ്, അതായത് നെല്ല്, അതൊക്കെ അരി. അപ്പോൾ നമ്മുടെ ബി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ഫ്രൂട്ട്സ് ആണ്. സി വെജിറ്റബിൾസ് ആണ്. ഡി എന്ന് പറയുന്നത് പൾസസ് ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? ലീഫി വെജിറ്റബിൾസ് ആണ് വരുന്നത് അല്ലേ. വാട്ട് ആർ യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് എമംഗ് ദം? അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതാണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും, ചിലർക്ക് ഫ്രൂട്ട്സ് ആയിരിക്കാം, ഓക്കെ, ചിലർക്ക് വെജിറ്റബിൾസ് ആയിരിക്കാം. എനി ഡിസ്ലൈക്സ്? ചിലർക്ക് വെജിറ്റബിൾസ് ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടല്ലേ, അപ്പോൾ ഏതെങ്കിലും ഇഷ്ടമല്ലാത്തത് ഏതെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈ? ഡിസ്കസ് ലിസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് യു യൂഷ്വലി ഈറ്റ് ഇൻ എ ഡേ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും നമ്മൾ എന്താണ് കഴിക്കാറുള്ളത്? ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. എന്നാലും നമ്മളെ കേരളത്തിലെ ഒരു പതിവ് അനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ ദോശയോ അതുപോലെ തന്നെ നമ്മുടെ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ലഞ്ചിന് നമ്മൾ നോർമൽ ചോറും കറിയും ഫിഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതായിരിക്കും. ഡിന്നറിന് ചിലവരൊക്കെ ചോറ് കഴിക്കുന്നവരുണ്ടായിരിക്കും, ചിലവർ ചപ്പാത്തി അങ്ങനെ സാലഡ്സ് അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ഷുഡ് വി ഈറ്റ് ഓൺലി ദ ഫുഡ് ഐറ്റംസ് വി ലൈക്ക്? പേ അറ്റൻഷൻ ടു ദ കോൺവെർസേഷൻ ബിലോ. അടിയിലുള്ള കോൺവെർസേഷൻ നമുക്കൊന്ന് നോക്കാം. മൈ ഫേവറേറ്റ് ഡിഷ് ഈസ് അപ്പം ആൻഡ് ബംഗാൾ ഗ്രാം കറി. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് എന്ന് പറയുന്നത് അപ്പവും അതുപോലെ ബംഗാൾ ഗ്രാമുമാണ്. ഐ ലവ് പുട്ട് ആൻഡ് ബനാന. അപ്പോൾ പെൺകുട്ടി പറയുകയാണ് എനിക്ക് പുട്ടും പഴമാണ് ഇഷ്ടം. ഐ ഈറ്റ് നൂഡിൽസ് എവറി ഡേ. മോം പ്രിപ്പയേഴ്സ് നൂഡിൽസ് ഫോർ മീ ഡെയിലി. ഞാൻ എല്ലാ ദിവസവും നൂഡിൽസ് ആണ് കഴിക്കാറുള്ളത്. അമ്മ എനിക്ക് വേണ്ടിയിട്ട് എന്നും നൂഡിൽസ് ഉണ്ടാക്കും. ഡിഡ് യു നോട്ടീസ് വാട്ട് ആർ ദി 3 ചിൽഡ്രൻസ്? ഈ 3 കുട്ടികളും എന്താ പറയണേന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? വിൽ ദ ഫുഡ് ദേ ലൈക്ക് ബി ഇനഫ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദീസ് 3? അപ്പോൾ ഇവർ കഴിക്കുന്ന ഈ ഫുഡ് മാത്രം മതിയോ ഇവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്? അല്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വേറെ പല ഘടകങ്ങളും നമ്മളെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ വൈ ഫുഡ്? വൈ ഡു വി ഈറ്റ് ഫുഡ്? വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ഫുഡ്? റീഡ് ദ റൈറ്റപ്പ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഫുഡ് കഴിക്കുന്നത്? നമുക്ക് ഫുഡിൽ നിന്ന് എന്താ കിട്ടുന്നത്? അപ്പോൾ നമുക്ക് അടിയിലുള്ള ഇതൊന്ന് വായിച്ചു നോക്കാം. അവർ ഹെൽത്ത്.
ഫുഡ് പ്രൊവൈഡ്സ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. നമുക്ക് ഡെയിലി എനർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള എനർജി കിട്ടുന്നത് ഇതിൽ നിന്നാണ്, ഫുഡിൽ നിന്നാണ്. ന്യൂട്രിയൻസ് ആർ ദ കമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. അസുഖങ്ങൾ വരാണ്ടിരിക്കാനും നമ്മുടെ വളർച്ചേനെ സഹായിക്കാനും നമ്മുടെ ഹെൽത്ത് നന്നാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. വി ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിൽ നിന്നാണ് നമ്മൾ ന്യൂട്രിയൻസ് കിട്ടുന്നത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ദ ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ ഫുഡ് ഐറ്റംസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഫുഡ് ഐറ്റംസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും ഒക്കെയാണ്. വാട്ടർ ഈസ് നോട്ട് എ ന്യൂട്രിയൻറ്റ് കമ്പോണൻറ്റ്, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് ഫോർ അവർ ബോഡിലി ആക്ടിവിറ്റീസ്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഒരു ന്യൂട്രിയൻറ്റ് കമ്പോണൻ്റ് അല്ല, പക്ഷെ നമ്മുടെ ബോഡി ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. ഫൈബേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ് ആർ ആൾസോ റിക്വയർഡ് ഫോർ ബോഡിലി ആക്ടിവിറ്റീസ്. നമുക്ക് ഈ ഫുഡിൽ നിന്ന് കിട്ടുന്ന ഫൈബേഴ്സൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഓൾ ഫുഡ് ഐറ്റംസ് മേ നോട്ട് കണ്ടെയ്ൻ ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇൻ അഡ്യൂക്വേറ്റ് ക്വാണ്ടിറ്റി. എല്ലാ ഫുഡ് ഐറ്റംസിലും നമുക്ക് ഈ പ്രോട്ടീനും വൈറ്റമിനും മിനറൽസും ഒക്കെ ഉണ്ടാവോ? ഇല്ല. ഓരോ ഫുഡ് ഐറ്റംസിലും ഓരോന്നാണ് നമുക്ക് കിട്ടുക. Hence we eat a variety of food items prepared using different ingredients. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മീൽ പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ അതിൽ അല്ലാതും അടങ്ങിയിട്ടുള്ള ഒരു മീൽ പ്ലേറ്റ് ആയിരിക്കണം. എല്ലാ ഫുഡും നമ്മൾ കഴിക്കാൻ വേണ്ടി നോക്കണം. The quantity of food we eat, its quality and time of consumption influence our health. ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്നതല്ല നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കൂടി നോക്കണം. സോ എവരി വൺ ഷുഡ് ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. Did you read the write-up? Analyze it using the indicators given below. നിങ്ങൾ ഈ റൈറ്റപ്സ് ഒന്ന് വായിച്ചോ. വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്? ഏതാണ് നമ്മുടെ മേജർ ന്യൂട്രിയൻസ് ആയിട്ട് വരുന്നത്? വാട്ട് ഈസ് ദ നീഡ് ഫോർ പ്രിപ്പയറിങ് ഫുഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്? നമ്മൾ ഫുഡ് എപ്പോഴും പറയുന്നത് പല ഇൻഗ്രീഡിയൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യണം. കാരണം എന്താണ്? അതിൽ നിന്നാണ് നമുക്ക് എല്ലാ ഒരു ഫുഡ് എടുത്തു, ചോറിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ്. നമുക്കിനി വേറെ വൈറ്റമിൻസും മിനറൽസും കിട്ടണമെങ്കിൽ വേറെ ഉള്ളതിൽ നിന്ന് കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വൈ ഡു വി ഈറ്റ് ന്യൂട്രിയൻറ്റ് റിച്ച് ഫുഡ്? ഈ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ബോഡിക്കുള്ള എനർജി കാര്യങ്ങളൊക്കെ തരുന്നത്. റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി. അടുത്തത്, ടു ഒബ്റ്റെയിൻ എനർജി ഡു വി ഈറ്റ് ഫുഡ് ടു എൻജോയ് ദ ടേസ്റ്റ് ആൻഡ് ടു സാറ്റിസ്ഫൈ ഹങ്കർ അലോൺ? നമ്മൾ ഫുഡ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് അടക്കാൻ വേണ്ടി മാത്രമാണോ? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യു യൂഷ്വലി എൻഗേജ് ഇൻ എ ഡേ? ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം ആക്ടിവിറ്റീസിലാണ്? നിങ്ങൾ പഠിക്കാനിരിക്കും, കളിക്കാനിരിക്കും, സ്കൂളിൽ കളിക്കാനിരിക്കും, വീട്ടിൽ വന്നാൽ കളിക്കാനിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലേ ആ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. വാട്ട് ആക്ടിവിറ്റീസ് ഡു യു സീ ഇൻ ദ പിക്ചർ? ഡോൺ ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ എനർജി? ഈ ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി ആവശ്യമാണ്. സെയിം എമൗണ്ട് ഓഫ് എനർജി ആണോ ആവശ്യം? ഇല്ല. നമ്മൾ വെറുതെ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ, ഇരുന്ന് പഠിക്കാനാണെങ്കിൽ നമുക്ക് അത്ര വലിയ എനർജി ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മൾ ഔട്ട്ഡോർ ഗെയിംസ് എന്തെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എനർജി ആവശ്യമുണ്ട് അല്ലേ? ഫ്രം വേർ ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ ദീസ് ആക്ടിവിറ്റീസ് ഒബ്റ്റെയിൻഡ്? അപ്പോൾ ഈ ആക്ടിവിറ്റീസിനൊക്കെ ഉള്ള എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ് എന്ന്. എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് എവിടെയാണ് ഉള്ളത്? കാർബോഹൈഡ്രേറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റംസ് ഇൻ ഡിഫറെൻറ്റ് ഫോം ലൈക്ക് സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. ഓരോ ഫുഡ് ഐറ്റംസിലും കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ അബണ്ടൻസ് ഇൻ സെറൽസ് ആൻഡ് ട്യൂബേഴ്സ്. നമ്മുടെ ധാന്യങ്ങളിലും അതുപോലെ ട്യൂബേഴ്സിലൊക്കെ എന്തുണ്ട്? സ്റ്റാർച്ച് പ്രസൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ചോറിൽ നിന്ന് നമുക്ക് നല്ലോണം സ്റ്റാർച്ച് കിട്ടും, അതായത് കാർബോഹൈഡ്രേറ്റ്. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് മോർ ഇൻ അവർ ഡയറ്റ് ടു ഗെറ്റ് റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി? നമ്മൾ മെയിനായിട്ട് നമ്മുടെ സെറൽസ് ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ?
നെക്സ്റ്റ് ഡ്രിങ്ക് മിൽക്ക് ഡെയിലി. ഡു ഐ ഗെറ്റ് സ്റ്റാർച്ച് ഫ്രം മിൽക്ക്? ഞാൻ ദിവസവും പാല് കുടിക്കും, പക്ഷേ എനിക്ക് പാലിൽ നിന്ന് നമുക്ക് സ്റ്റാർച്ച് കിട്ടുമോയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡു ഓൾ ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ സ്റ്റാർച്ച്? എല്ലാ ഫുഡ് ഐറ്റംസിലും സ്റ്റാർച്ച് ഉണ്ടാവുമോ? നോ. വാട്ട് ഡു യു തിങ്ക്? ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ഇഫ് സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ്? അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പീരിമെൻറ്റ് ചെയ്യാം. അതിൻ്റെ പേരാണ് അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? 2 ടെസ്റ്റ് ട്യൂബ് വേണം, കുറച്ച് പാല് മിൽക്ക് വേണം, പിന്നെ ഡൈലൂട്ടഡ് അയഡിൻ സൊല്യൂഷൻ വേണം, കുറച്ച് റൈസ് വാട്ടർ, നമ്മുടെ ഈ കഞ്ഞിവെള്ളം ഇല്ലേ അത് വേണം. എന്നിട്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ്. 2 ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുക്കുക. ടേക്ക് മിൽക്ക് ഇൻ 1 ടെസ്റ്റ് ട്യൂബ് ആൻഡ് റൈസ് വാട്ടർ ഇൻ ദ അതർ. ഒന്നിൽ നമ്മുടെ പാലെടുക്കുക, മറ്റേതിൽ നമ്മുടെ കഞ്ഞിവെള്ളം എടുക്കുക. ആഡ് 2 or 3 drops ഓഫ് അയഡിൻ സൊല്യൂഷൻ ടു ഈച്ച് ടെസ്റ്റ് ട്യൂബ്. 2-3 തുള്ളി അയഡിൻ സൊല്യൂഷൻ ഓരോ ടെസ്റ്റ് ട്യൂബിലും ഒഴിച്ചു കൊടുക്കുക. ഒബ്സർവ് ദ കളർ ചേഞ്ച് ഇൻ ബോത്ത് ടെസ്റ്റ് ട്യൂബ്. 2 ടെസ്റ്റ് ട്യൂബിലും വന്നിട്ടുള്ള കളർ ചേഞ്ച്, നമ്മുടെ ഈ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്തതിന് ശേഷം അതിൽ ആഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള കളർ ചേഞ്ച് നോക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു എക്സ്പീരിമെൻറ്റ് നമ്മൾ കഴിക്കുന്ന വേറെ ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫൈൻഡിങ്സ് ഇതിൽ എഴുതുക. പൊട്ടറ്റോയിൽ എന്ത് കളർ ചേഞ്ചാണ് വന്നത്, കുക്കുംബറിൽ എന്താ, മൈദയിൽ എന്താ, എഗ് വൈറ്റിൽ എന്താണെന്ന് എഴുതുക. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വെൻ അയഡിൻ കമ്പൈൻ വിത്ത് സ്റ്റാർച്ച് എ ഡാർക്ക് ബ്ലൂ കളർ ഈസ് ഫോംഡ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം, നമ്മുടെ സ്റ്റാർച്ചിൽ അയഡിൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡാർക്ക് ബ്ലൂ കളറാണ് ഉണ്ടാവുക. ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ദ സ്റ്റാർച്ച് ദ ഇൻറ്റൻസിറ്റി ഓഫ് ബ്ലൂ കളർ വാരീസ്. അതായത് സ്റ്റാർച്ചിൻ്റെ അളവ് അനുസരിച്ച് ഈ ബ്ലൂ കളറിൽ ചെറിയ വേരിയേഷൻസ് കാണാം, ചില നല്ല ഡാർക്കായിട്ടൊക്കെ വരും. ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഐറ്റംസ് വിത്ത് മോർ സ്റ്റാർച്ച് കണ്ടന്റ് ബേസ്ഡ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ബ്ലൂ കളർ ഫോംഡ് വെൻ അയഡിൻ വാസ് ആഡഡ്. യു ഹാവ് ഓൾറെഡി ലിസ്റ്റഡ് ദ ഫുഡ് ഐറ്റംസ് യു യൂഷ്വലി ഈറ്റ്. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. അനലൈസ് ദ ടേബിൾ ആൻഡ് എക്സാമിൻ വെദർ മോർ ഫുഡ് ഐറ്റംസ് യു കൺസ്യൂം കണ്ടെയ്ൻ സ്റ്റാർച്ച്. സോ നമുക്ക് പറയാനുള്ള ഒന്നാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് മില്ലറ്റ്സ് എന്ന് നോക്കാം. മില്ലറ്റ്സ് ആർ ദ ക്രോപ്സ് ബിലോങ്സ് ടു ഗ്രാസ് സ്പീഷ്യസ്. മില്ലറ്റ്സ് കണ്ടെയ്ൻ ഹയർ ക്വാണ്ടിറ്റി ഓഫ് പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ദാൻ റൈസ് ആൻഡ് വാട്ടർ. മില്ലറ്റ്സിൽ എന്തെല്ലാം ഉണ്ട്? നല്ല പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. എന്തിനേക്കാൾ കൂടുതൽ? നമ്മുടെ റൈസ്, അരി ഗോതമ്പിനേക്കാൾ കൂടുതൽ. മില്ലറ്റ്സ് വിച്ച് ആർ റിച്ച് ഇൻ ഫൈബേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡൈജഷൻ. മില്ലറ്റ്സിൽ നല്ലപോലെ ഫൈബേഴ്സ് ഉണ്ട്. ഈ ഫൈബേഴ്സ് നമ്മുടെ ദഹനത്തിനൊക്കെ ഒരുപാട് സഹായിക്കും. ഡൈജഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദഹനമാണ്. ഇൻ ദ പാസ്റ്റ് മില്ലറ്റ്സ് വെർ യൂസ്ഡ് ആസ് ഫുഡ് ഫോർ എനിമൽസ് ആൻഡ് ബേർഡ്സ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഈ മില്ലറ്റ്സ് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ എനിമൽസിനും ബേർഡ്സിനുമുള്ള ഫുഡായിട്ടാണ്. ഹ്യൂമൻസ് ആൾസോ സ്റ്റാർട്ടഡ് കൺസ്യൂമിങ് മില്ലറ്റ്സ് ആഫ്റ്റർ റിയലൈസിങ് ദ ന്യൂട്രീഷണൽ വാല്യൂ. അതിൻ്റെ ഈ ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലാണല്ലേ, അത് മനസ്സിലാക്കിയോടുകൂടി നമ്മൾ മനുഷ്യന്മാരും അത് കഴിക്കാൻ തുടങ്ങി. മില്ലറ്റ്സ് ഇൻക്ലൂഡ് ഫിംഗർ മില്ലറ്റ്, ബജ്ര, ഫോക്സ്ടെയിൽ മില്ലറ്റ്, മൈസ, ലിറ്റിൽ മില്ലറ്റ്സ് എക്സെട്ര. അപ്പോൾ മില്ലറ്റ്സിൽ വന്നിട്ടുള്ള പേരുകളാണ് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഫോർ ഗ്രോത്ത്. ഈസ് ഇറ്റ് ഇനഫ് ടു ഇൻക്ലൂഡ് ഓൺലി കാർബോഹൈഡ്രേറ്റ് ഇൻ അവർ ഡയറ്റ്? നമ്മുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം മതിയോ? അല്ല, വേറെയുള്ള കാര്യങ്ങളും വേണം. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോണ ഒന്നാണ് പ്രോട്ടീൻ. ഡോക്ടർ മൈ സൺ ആൾവേസ് സേസ് ദാറ്റ് ഹീ ഫീൽസ് വെരി ടയേർഡ്, ഹീ ഡസൻറ്റ് ഹാവ് ദ എനർജി ടു ഡു എനിത്തിങ്. എൻ്റെ മകൻ പറയാണ് അവൻ എപ്പോഴും ക്ഷീണമാണ്, ഒന്നും ചെയ്യാനുള്ള ആരോഗ്യമില്ല. ദ ചൈൽഡ് ഹാസ് ഗ്രോത്ത് ഇഷ്യൂസ്, ഗീവ് ഹിം സം ഫുഡ് ലൈക്സ് എഗ്, ഗ്രീൻ ഗ്രാം, ഗ്രൗണ്ട് നട്ട്, ഫിഷ്, മിൽക്ക് എക്സെട്ര ആൻഡ് പ്ലൻറ്റി. അപ്പോൾ ചൈൽഡിന് എന്താണ്, കുറച്ച് വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കുക? മുട്ടയും ഗ്രീൻ ഗ്രാമും ഗ്രൗണ്ട് നട്ടും കുറച്ച് മീനും മിൽക്കും ഒക്കെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഡ് യു നോട്ടീസ് വാട്ട് ദ ഡോക്ടേഴ്സ് ടോൾഡ് ദ ചൈൽഡ് മം? വൈ ഡസ് ദ ഡോക്ടർ സേ സോ? എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ആ ഒരു സജഷൻസ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻ എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. നമ്മുടെ ബോഡി ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് ന്യൂട്രിയൻ്റ് ആണ്.
പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ ആൻഡ് സ്കിന്ന്. നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കിന്നിനും നമ്മുടെ മസിൽസിൻ്റെ ഹെൽത്തിനൊക്കെ നമുക്ക് എന്ത് ആവശ്യമാണ്? പ്രോട്ടീൻ ആവശ്യമാണ്. മോർ ഓവർ പ്രോട്ടീൻ പ്രൊവൈഡ് എനർജി. ഇതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ പ്രോട്ടീൻ എന്ത് തരുന്നുണ്ട്? എനർജി തരുന്നുണ്ട്. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കോസസ് ഡിസീസ് ലൈക്ക് ക്വാഷിയോക്കർ ആൻഡ് മറാസ്മസ്. അപ്പോൾ വാഷിയോക്കർ അല്ലെങ്കിൽ മറാസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു അസുഖത്തിന് കാരണമാണ് നമ്മുടെ ഈ പ്രോട്ടീൻ ഇല്ലാത്തത് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ? വാട്ട് ആർ ദ പ്രോട്ടീൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ദ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? ഇപ്പം തന്നെ രണ്ടെണ്ണം പറഞ്ഞു അല്ലേ. അത് ഡിസ്കസ് പിക്ചേഴ്സ് ഓഫ് ഫുഡ് ഐറ്റം വിച്ച് കണ്ടെയ്ൻ പ്രോട്ടീൻസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ പ്രോട്ടീൻസ് കൊടുത്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക. നമ്മുടെ ഫസ്റ്റ് ഗ്രീൻ ഗ്രാം ആണ് അല്ലേ, പിന്നെ കാഷ്യൂ നട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഫിഗർ ഒന്ന് ഓർഡർ വൈസ് ആയിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഫുഡ് ഐറ്റംസ് എമംഗ് ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ യുവർ ഡയറ്റ്? നിങ്ങളുടെ ഡയറ്റിൽ ഈ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ദർ മേ ബി വെജിറ്റേറിയൻസ് എമംഗ്. വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദയർ ഡയറ്റ് ടു കോമ്പൻസേറ്റ് ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? അപ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, പ്രോട്ടീൻ കിട്ടുന്നത് ഈ മീറ്റിൽ നിന്നും ഫിഷിൽ നിന്നൊക്കെയാണെന്നുണ്ട്. അപ്പോൾ ഈ വെജിറ്റേറിയൻസ് എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഈ പനീർ പോലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാം. ഫൈൻഡ് ഔട്ട് മോർ ഫുഡ് ഐറ്റം വിച്ച് കണ്ടെയ്ൻ പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള കൂടുതൽ ഫുഡ് ഐറ്റംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫാറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ, ഫാറ്റ് ഈസ് ആൾസോ എസെൻഷ്യൽ ഫോർ us. അപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും പോലെ തന്നെ ഫാറ്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇഫ് യു കൺസ്യൂം ഈക്വൽ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, വി വിൽ ഗെറ്റ് മോർ എനർജി ഫ്രം ഫാറ്റ്. അതായത് നമ്മൾ ഒരേപോലെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് എന്തിൽ നിന്നാണ്? അത് ഫാറ്റിൽ നിന്നാണ്. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വെദർ ദ ഫുഡ് വി ക്യാൻ ഈറ്റ് കണ്ടെയ്ൻ ഫാറ്റ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സസൈസ് ചെയ്യാം. ഒരു പേപ്പർ ഷീറ്റ് എടുക്കുക, പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഓയിൽ ഓൺ ഇറ്റ്. അതിലൊരു തുള്ളി ഓയിൽ ഇറ്റിക്കുക. എന്നാണ് നമ്മൾ ആ പേപ്പർ ഒന്ന് നിരീക്ഷിക്കുക. ലൈക്ക് വൈസ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഗീ ഓൺ അനദർ പീസ് ഓൺ പേപ്പർ. വേറൊരു പേപ്പറിൽ നമ്മുടെ നെയ്യില്ലേ അത് ഒഴിച്ചിട്ട് അതൊന്ന് നോക്കുക. ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ബൈ ഒബ്സർവിങ് ദ ചേഞ്ച് ഇൻ ദ പേപ്പർ വെൻ ഗീ ആൻഡ് ഓയിൽ ആർ ആഡഡ്. ഗീയും ഓയിലും ആ പേപ്പറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ പേപ്പറിൻ്റെ ഒരു ടെക്സ്ചർ ഒരു മാറില്ലേ, നമുക്കറിയാലോ. അപ്പോൾ റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് റബ്ബിങ് ദ ഫുഡ് ഐറ്റംസ് വിച്ച് ഗീവ് ബിലോ ദ പേപ്പർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുക. ചിപ്സ്, റോ ബനാന, ക്രഷ്ഡ് സെസാമെ, ഡ്രൈഡ് കോക്കനട്ട്, ക്രഷ്ഡ് ഗ്രൗണ്ട് നട്ട്, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ഒബ്സർവേഷൻ എന്താണെന്ന് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ഡൗൺ ദ അതർ ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് കണ്ടെയ്ൻ ഫാറ്റ്. ഫാറ്റ് അടങ്ങിയിട്ടുള്ള വേറെ ഫുഡ് ഐറ്റംസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡസ് ദ ഫുഡ് ലിസ്റ്റ് കണ്ടെയ്ൻ ഫുഡ് ഐറ്റംസ് ലൈക്ക് ഓയിൽ ഉണ്ടോ, ഗീ ഉണ്ടോ, മീറ്റ്, എഗ്, കോക്കനട്ട്, സെസമെ, മസ്റ്റാർഡ്, ഗ്രൗണ്ട് നട്ട്, മിൽക്ക് ആൻഡ് ബട്ടർ. ഇതൊക്കെ നമ്മുടെ ഫാറ്റിലുണ്ടാവും. വി ഗെറ്റ് ഫാറ്റ് ഫ്രം പ്ലാന്റ് ആൻഡ് എനിമൽ സോഴ്സസ്. പ്ലാന്റ് ആൻഡ് എനിമൽ സോഴ്സിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും. നമുക്ക് അടിയിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ നെയിംസ് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് എന്നും ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം എനിമൽസ് എന്നും ക്ലാസിഫൈ ചെയ്യണം. നമുക്കറിയാം കോക്കനറ്റും കോക്കനറ്റ് എവിടെ നിന്നാണ് കിട്ടുക? അത് നമുക്ക് നമ്മുടെ പ്ലാന്റിൽ നിന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഗീ ആവുമ്പോൾ നമുക്ക് അത് ഏതിൽ നിന്നാണ് കിട്ടുന്നത്? അത് നമുക്ക് എനിമലിൽ നിന്ന്, നമുക്ക് പശുവിൽ നിന്നൊക്കെയല്ലേ കിട്ടുന്നത്. പിന്നെ നമ്മുടെ മീനെണ്ണ ഗുളിക എന്നൊക്കെ പറയൂലേ, അപ്പോൾ അത് നമുക്ക് ഫിഷിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ ബട്ടർ അത് നമുക്ക് കൗവിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്, അപ്പോൾ അത് എനിമലിൽ നിന്നാണ്. പിന്നെ ഹണിയും അതും എനിമലിൻ്റെ കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾ എഴുതിയെടുത്തോട്ടോ. ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സും ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം എനിമൽസും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്
നമ്മുടെ പറയുന്നത് വെജിറ്റബിൾസിലും റൈസിലും വീറ്റിലൊക്കെ ചെറുതായിട്ട് ഫാറ്റ് ഉണ്ടെന്നാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ ഇടയ്ക്ക് ചില സമയത്ത് പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഒരുപാട് ഫാറ്റി ഫുഡ്സ് നമ്മൾ കഴിക്കരുതെന്ന്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ ഈസ് എ ഫോം ഓഫ് ഫാറ്റ്. എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ ദ ബോഡി. പക്ഷെ നമ്മുടെ ബോഡിക്ക് ചെറുതായിട്ട് കൊളസ്ട്രോൾ വേണം. ഇഫ് ദർ ഈസ് എക്സസ് cholesterol in the blood, it get deposited in the inner wall of the blood vessels and prevent blood flow. അതായത് ഓവറായിട്ട് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡ് വെസലിൽ ചെന്നിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്രിവെൻറ്റ്സ് ബ്ലഡ് ഫ്ലോ. ദിസ് മേ കോസ് ഫേറ്റൽ ഡിസീസ് ലൈക്ക് നമ്മൾക്ക് സ്ട്രോക്കോ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോയിനെ അത് ബാധിക്കുകയാണ് അല്ലേ. അപ്പോൾ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയേഴ്സ് പോലത്തെ അസുഖങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസ് are essential nutrients required in small quantity for growth and health of body. നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്, ഡോക്ടർ മൈ സൺസ് ഗം ബ്ലീഡ്സ് വെനെവർ ഹി ബ്രഷസ് ഹിസ് ടീത്ത് ആൻഡ് ചൂ സോളിഡ് ഫുഡ്, വാട്ട് ഈസ് ദ റീസൺ. അപ്പോൾ എൻ്റെ സണ്ണിൻ്റെ ഗമ്മ് എപ്പോഴും ബ്ലീഡ് ചെയ്യാണ് അവൻ ബ്രഷ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും സോളിഡ് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ പല്ലിൽ തുണിയിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. അപ്പോൾ ബ്ലീഡിങ് ഗം മേ ബി ഡ്യൂ ടു ദ വൈറ്റമിൻ ഡിഫിഷ്യൻസി. ഫുഡ് റിച്ച് ഇൻ വൈറ്റമിൻ സി ഷുഡ് ബി ടേക്കൺ അലോങ് വിത്ത് മെഡിസിൻ. അപ്പോൾ നമ്മൾ ഈ ബ്ലീഡിങ് ഗമ്മിന് കാരണം എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കും. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കൂ. ഡോക്ടർ ആർ ദർ വൈറ്റമിൻസ് ലൈക്ക് എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ എയും ബിയും ഉണ്ടോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. ഡു യു ഹാവ് ദ സെയിം ഡൗട്ട്. അപ്പോൾ അടിയിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ വൈറ്റമിൻസ് ഏതൊക്കെയുണ്ട്, എ ബി സി ഡി ഇ കെ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും അതിൻ്റെ ഫങ്ഷനും പഠിക്കണം. വൈറ്റമിൻ എയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ഐസ്, സ്കിന്ന് ആൻഡ് ഹെയർ. നമ്മുടെ കണ്ണിൻ്റെയും നമ്മുടെ ചർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അടുത്തത് വൈറ്റമിൻ ബി, മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ബ്രെയിൻ, നെർവ്സ്, ഹാർട്ട് ആൻഡ് സ്കിന്ന്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. വൈറ്റമിൻ സി എന്തിനൊക്കെയാണ്, നമ്മുടെ പല്ലിൻ്റെയും ഗമ്മിൻ്റെ, നമ്മുടെ തുണി, ബ്ലഡ് വെസൽസ്, അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി നമ്മുടെ ബോൺ ഹെൽത്തിനും അതുപോലെ തന്നെ പല്ലിൻ്റെ ഹെൽത്തിനും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ ആവശ്യമാണ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ നെർവ്സ് ഒക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് നമ്മുടെ വൂണ്ടൊക്കെ ഒക്കർ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റമിനാണ്. അപ്പോൾ വിച്ച് വൈറ്റമിൻസ് ആർ എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ സ്കിന്ന്. സ്കിന്നിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്, സ്കിന്നിന് വേണ്ടിയിട്ട് വിച്ച് വൈറ്റമിൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ എയും അതുപോലെ തന്നെ പിന്നെ സ്കിന്നിന് വേണ്ടിയിട്ട് പിന്നെ വന്നിട്ടുള്ളത് വൈറ്റമിൻ ബി ആണ് കേട്ടോ. വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് യു ഡോണ്ട് ഗെറ്റ് അഡീക്വറ്റ് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമ്മുടെ ബോൺസിനും അതുപോലെ ടീത്തും ഒക്കെ ഹാംഫുൾ ആയിരിക്കും അല്ലേ. ഹാവിൻറ്റ് യു അനലൈസ് ദ ടേബിൾ. അപ്പോൾ അതിനെ വൈറ്റമിൻസിനെ പറ്റിയിട്ട് ഒരു നോട്ട് ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വൈറ്റമിൻ ഡി ആൻഡ് ബി കോംപ്ലക്സ് എന്താണെന്ന് നോക്കാം. വൈറ്റമിൻ ഡി ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സൺലൈറ്റ്. നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ആണ് നമ്മുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ട്രേസ് എമൗണ്ട് ഓഫ് ഇറ്റ് ഈസ് ആൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം ഫുഡ്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ചില വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് ചെറിയ ഫുഡിൽ നിന്നും കിട്ടുന്നുണ്ട്. ദിസ് വൈറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്കും പല്ലുകൾക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി ദ ബോൺസ് ഇൻ ചിൽഡ്രൻസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിറ്റിൽ. അപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ചിൽഡ്രൻസിലുള്ള ബോൺസ് എന്ന് പറയുന്നത് എന്താവുകയാണ്, സോഫ്റ്റും അതുപോലെ തന്നെ ബ്രിറ്റിലും ആയിട്ട് മാറുകയാണ്. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്. ബി കോംപ്ലക്സ്
കോംപ്ലക്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 8 ഡിഫറെൻറ്റ് വൈറ്റമിൻസ്. ബി കോംപ്ലക്സിൽ എത്ര വൈറ്റമിൻസ് വരുന്നുണ്ട്? 8 എണ്ണം വരുന്നുണ്ട്. നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ ബി കോംപ്ലക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി കോംപ്ലക്സ് ഈസ് എസെൻഷ്യൽ ഫോർ സെല്ലുലാർ ഹെൽത്ത്, ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, ഐസൈറ്റ്, ഫങ്ഷനിങ് ഓഫ് നേഴ്സ് ആൻഡ് ഹാർട്ട് ഹെൽത്ത്, കാർഡിയാക് ഹെൽത്ത്, നമ്മുടെ കാർഡിയാക് ഹെൽത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിച്ച് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഫിസിക്കൽ ഇഷ്യൂസ് കോസ്ഡ് ബൈ വൈറ്റമിൻ ഡിഫിഷ്യൻസി? ഇപ്പോൾ വൈറ്റമിൻ ഡിഫിഷ്യൻസി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അപ്പോൾ അടിയിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഫുഡ് ഐറ്റംസ്, എക്സ്ട്രാ വരുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈറ്റമിൻ എ, അപ്പോൾ ഞാനിവിടെ കൊടുക്കാം, നിങ്ങളതിനനുസരിച്ച് കോളത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക വേണ്ടവർ കേട്ടോ. എയിൽ വരുന്നത് ഫിഷും ക്യാരറ്റും ആണ്. ബിയിൽ മട്ട, റൈസ്, സ്പിനച്ച്, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. വായിച്ചൊന്ന് നോക്കിയാൽ മതി. എക്സാമിൻ വെദർ യുവർ ഡെയിലി ഡയറ്റ് ഇൻക്ലൂഡ് ദ ഫുഡ് ഐറ്റംസ് മെൻഷൻഡ് ഇൻ ദ ടേബിൾ. എഡിബിൾ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം അവർ സറൗണ്ടിങ്സ് കണ്ടെയ്നിങ് വൈറ്റമിൻസ് ഇൻ അബണ്ടൻസ്. നമ്മുടെ ഫ്രൂട്ട്സിലും ലീവ്സിലും ഒക്കെ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഫുഡ് ഐറ്റംസ് ലൈക്ക് മുരിങ്ങ ലീവ്, സ്പിനച്ച്, ഗോവ, പപ്പായ ആൻഡ് മാംഗോ ഇൻ അവർ ഡയറ്റ്. ഇതിലൊക്കെ ഈ പറഞ്ഞ മുരിങ്ങയുടെ ഇല എന്നൊക്കെ പറയില്ല, അതിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചീര, അതിലൊക്കെ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. നിങ്ങൾ കുട്ടികൾ അതൊക്കെ നന്നായിട്ട് കഴിക്കണം എപ്പോഴും ഫുഡ്, എന്നാലാണ് നിങ്ങൾക്ക് നല്ല വൈറ്റമിൻസ് കിട്ടുള്ളൂ. നെക്സ്റ്റ് വൈറ്റമിൻ ബി ആൻഡ് സി ആർ വാട്ടർ സോളുബിൾ വൈറ്റമിൻസ്. ബിയും സിയും, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് വാട്ടർ സോളുബിൾ വൈറ്റമിൻസ്? അത് ബിയും സിയുമാണ്. വൈറ്റമിൻസ് എ, ഡി, ഇ, കെ ആർ ഫാറ്റ് സോളുബിൾ. അപ്പോൾ ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? അത് എ, ഡി, ഇ, കെ ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫാറ്റ് ദീസ് വൈറ്റമിൻസ് വിൽ നോട്ട് അബ്സോർബ് ബൈ ദ ബോഡി. അപ്പോൾ ഫാറ്റിൻ്റെ ആബ്സെൻസിൽ ഈ ഒരു വൈറ്റമിൻസ് എന്ത് ചെയ്യില്ല? ബോഡിക്ക് അബ്സോർബ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഒരുപാട് പേർക്ക് എന്താ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? ഒരു ബിലോ ഇത്ര റേഞ്ച് വരുന്നവർക്കൊക്കെ മെഡിസിൻസ് കൊടുക്കും. ഈ ഒരു മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് വേണം അത് കഴിക്കാൻ. നല്ല മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേണം ഈ ഒരു ഗുളിക നമ്മൾ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് അത് നമ്മളെ ബോഡി അബ്സോർബ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അതായത് ഫാറ്റിൽ സോളുബിൾ ആവുന്ന ഒരു മെഡിസിനാണത്. ഹാവൻ യു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂഡിങ് ഫാറ്റ് ഇൻ ഡയറ്റ്? നമ്മുടെ ഡയറ്റിൽ ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മിനറൽസ് ഇൻ ഫുഡാണ്. ഓൾ ആർ റിക്വസ്റ്റഡ് ടു റിപ്പോർട്ട് അറ്റ് ദ ഓഡിറ്റോറിയം. അയൺ ടാബ്ലറ്റ്സ് വിൽ ബി സപ്ലൈഡ് അറ്റ് 2 PM ടുഡേ. എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് വരണം. നമ്മുടെ അയൺ ടാബ്ലറ്റ്സ് എല്ലാം 2 മണിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഡിഡിൻറ്റ് യു നോട്ടീസ് ദ അനൗൺസ്മെൻറ്റ്? ഈ അനൗൺസ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? വൈ ആർ അയൺ ടാബ്ലറ്റ്സ് ഗിവൺ ടു ചിൽഡ്രൻ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ അയൺ ടാബ്ലറ്റ്സ് ചിൽഡ്രന് കൊടുക്കുന്നത്? അയൺ ഈസ് എ മിനറൽ. അയൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു മിനറലാണ് വിച്ച് സച്ച് കൈൻഡ് ഓഫ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള ഒരു മിനറലാണ്. അപ്പോൾ വിച്ച് ആർ ദ മിനറൽസ് റിക്വയർഡ് ഫോർ ദ ബോഡി? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ് ഏതാ? അയൺ, കാൽസ്യം, അയഡിൻ, അതൊക്കെ പറയാം കേട്ടോ. ഹൗ ഡു യു ദീസ് മിനറൽ സപ്പോർട്ട് അവർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത്? എങ്ങനെയാണ് ഈ മിനറൽസ് എല്ലാം ഹെൽത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് പഠിച്ചാൽ മതി. അയൺ ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്നാണ് കിട്ടുന്നത്? ലീഫി വെജിറ്റബിൾസ്, ജാഗറി, ഫിഷ്, ലിവർ, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് അയൺ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മുടെ ബോഡിയിലെ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിനറലാണ് അയൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ കാൽസ്യമാണ്. കാൽസ്യം കിട്ടുന്ന ഫുഡ് ഐറ്റം വരുന്നത് എഗ്ഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾ, ഫിഷ്, ഇതൊക്കെയാണ് നമ്മുടെ കാൽസ്യം കിട്ടുന്നത്. അപ്പോൾ അത് എന്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ബോൺ, ടീത്ത്, ഇതൊക്കെ നല്ല രീതിക്ക് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് അയഡിൻ ആണ്. അയഡിൻ കിട്ടുന്ന ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സീ ഫുഡ്, കടൽ ഭക്ഷണങ്ങളൊക്കെ ഇല്ലേ, ഹെൽപ്പ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഗ്ലാൻഡ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടിയിൽ അതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വിച്ച് മിനറൽ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്? നമ്മുടെ ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മിനറൽ ഏതാണ്? ഫസ്റ്റ് വൺ അയൺ
എന്ന് പറയുന്നത്. വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് ടു ഗെറ്റ് ദിസ് മിനറൽ. അപ്പോൾ ഈ മിനറൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഏത് ഫുഡ് ഐറ്റമാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ലീഫി വെജിറ്റബിൾ, ജാഗറി, ഫിഷ്, ലിവർ. അത് നോക്കി എഴുതാം കേട്ടോ. വൈ ഷുഡ് വി സീ ഫുഡ്? അപ്പോൾ നമ്മൾ ഈറ്റ് സീ ഫുഡ്, സോറി, വൈ ഷുഡ് വി ഈറ്റ് സീ ഫുഡ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സീ ഫുഡ് കഴിക്കുന്നത്? ബിക്കോസ് വി ഗെറ്റ് സീ ഫുഡ് ഹെൽപ്സ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സീ ഫുഡ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട്. വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് വി അവോയ്ഡ് എഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾ എക്സെട്ര. നമ്മൾ എഗ്ഗും മിൽക്കും ലീഫി വെജിറ്റബിളും കഴിക്കാണ്ടിരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം കിട്ടില്ല. നമ്മുടെ ബോൺ ഹെൽത്തും ടീത്ത് ഹെൽത്തും ഒന്നും അത്ര പ്രോപ്പറായിട്ട് ഗുഡ് ആവില്ല. മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിൽ പ്രസൻ്റ് ആവുന്ന ഒരു പിഗ്മെൻ്റ് ആണ്. അതെന്ത് കളറാണ് തരുന്നത്? ബ്ലഡിന് നമ്മൾ റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റ് കൂടിയാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ നമ്മുടെ സെല്ലിലേക്ക് ക്യാരി ചെയ്തിട്ട്, അതായത് ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ദ സെൽ ആൻഡ് ബ്രിങ് ബാക്ക് കാർബൺ ഡയോക്സൈഡ്. തിരിച്ചെന്ത് വരുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ്. ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ലീഡ് ടു ദ കണ്ടീഷൻ കോൾഡ് അനീമിയ. നമ്മൾ ചില വിളർന്ന് ഇരിക്കുന്ന കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, ശരീരത്തിൽ ബ്ലഡ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞ കുട്ടികളാണത്. അപ്പോൾ അവരെ പറയുന്നതാണ് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ആ ഒരു കണ്ടീഷൻ കേട്ടോ. അപ്പോൾ എന്താണ് ഹീമോഗ്ലോബിൻ എന്ന് വായിച്ചു നോക്കുക. ഡെഫിഷ്യൻസി ഡിസീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ റിക്വയർഡ് ബൈ ദ ബോഡി ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ഓൺലി. ഹൗവെവർ ഇഫ് ദേ ആർ നോട്ട് അവൈലബിൾ ഇൻ ദ ബോഡി ഇൻ ദ റിക്വയർഡ് ക്വാണ്ടിറ്റി, ഡെഫിഷ്യൻസി ഡിസീസസ് ആർ ബൗണ്ട് ടു മാനിഫെസ്റ്റ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻസും മിനറൽസും. അത് ഓവറായിട്ടല്ല, അത്യാവശ്യത്തിന് വേണം. ഇനി ആ അത്യാവശ്യത്തിന് പോലും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് നമ്മുടെ ഈ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്. പേ അറ്റൻഷൻ ടു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡിസീസ് പഠിക്കാം. ഈ വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഓണം എക്സാമിനൊക്കെ. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഗ്ലോസിറ്റീസ്, അതായത് സ്വെല്ലൻ ടങ് ആൻഡ് ടിംഗ്ലിംഗ് ഓഫ് ടങ്, സ്കിൻ ഓൺ ടങ്, മൗത്ത് അൾസർ. ഈ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് ഉണ്ടാവുന്നതാണ് നമുക്ക് ഈ മൗത്ത് അൾസർ കാര്യങ്ങളൊക്കെ. പിന്നെ വൈറ്റമിൻ സിയുടെ കുറവുകൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ ബ്ലീഡിംഗ് ഗം, ചില സമയത്ത് പല്ലിൽ നിന്നൊക്കെ ചോര വരിക, അതായത് സ്കർവി എന്ന് പറയും. വൈറ്റമിൻ ഡി കൊണ്ട് ഉണ്ടാവുന്നതാണ് റിക്കറ്റ്സ്. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസ് സ്കർവി. സ്കർവിക്ക് കാരണമായിട്ടുള്ളത് ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ സി. വാട്ട് ഫുഡ് ഐറ്റംസ് വിൽ യു സജസ്റ്റ് ടു ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് ഇഫ് സമ്മൺ ഇൻ യുവർ ഹോം സഫേഴ്സ് മൗത്ത് അൾസർ. മൗത്ത് അൾസർ ഉള്ള ആൾക്ക് ഏത് ഫുഡ് ഐറ്റംസ് ആണ് സജസ്റ്റ് ചെയ്യുക? വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റം ആണ് സജസ്റ്റ് ചെയ്യുക. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമായിട്ടുള്ള ഡെഫിഷ്യൻസി ഏതാണ്? ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ്? വൈറ്റമിൻ എ. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസ് റിക്കറ്റ്സ്. റിക്കറ്റ്സിന് കാരണം വൈറ്റമിൻ ഡി ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണെന്നാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് ദ പുവർ വിഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. പേഴ്സൺ വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഹാവ് നോ ഇഷ്യൂ ഇൻ വിഷൻ ഡ്യൂറിങ് ഡേ ടൈം ആൻഡ് ഇൻ ബ്രൈറ്റ് ലൈറ്റ് അറ്റ് നൈറ്റ്. ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്ക് നമ്മുടെ ഇരുട്ടത്തിലൊന്നും അധികം നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അതായത് രാവിലെ വലിയ പ്രശ്നം ഉണ്ടാവില്ല, രാത്രിയാകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ അടിയിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കുറച്ച് മിനറൽസും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസും. അയേൺ മിനറൽസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വരുന്ന അസുഖമാണ് അനീമിയ. പിന്നെ അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ വിച്ച് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയേൺ? അനീമിയ. വിച്ച് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഗോയിറ്റർ? അയഡിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാരണം വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്, അയഡിനിലാണ് നമ്മളെ ഗോയിറ്റർ, അയഡിൻ്റെ കുറവ് കൊണ്ടാണ് നമ്മുടെ ഗോയിറ്റർ ഉണ്ടാവുന്നത്. വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഓസ്റ്റിയോപോറോസിസ്? നമ്മുടെ കാൽസ്യം അടങ്ങിയിട്ടുള്ള നമ്മുടെ മിൽക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുടിക്കണം. അത് ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. വൈ ആർ അയൺ ടാബ്ലറ്റ്സ് സപ്ലൈഡ് ഇൻ സ്കൂൾസ്? എക്സ്പ്ലെയിൻ. നമുക്ക് അയണിൻ്റെ കുറവ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അയൺ ടാബ്ലറ്റ്സ് സപ്ലൈ ചെയ്യുന്നത്.
അടുത്തത് പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ഡെഫിഷ്യൻസി ഡിസീസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ ബുള്ളറ്റിംഗ് ബോർഡ്. ഡെഫിഷ്യൻസി ഡിസീസിനെ പറ്റി എന്തെങ്കിലും റൈറ്റിങ്സ് എഴുതാനാണ്. സോ നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്റ്റിയോപോറോസിസ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ബോൺ ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിറ്റിൽ ഡ്യൂ ടു ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് മിനറൽസ് ഇൻ ദ ബോൺ. ബോൺ എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഒന്നാണ് അല്ലേ, എല്ലുകൾ. അത് വളരെ ലൈറ്റാവും സോഫ്റ്റായി മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണം അങ്ങനെ ലൈറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ബോണൊക്കെ ഭയങ്കര വീക്കാവും, ഫ്രാക്ചർ, പെട്ടെന്ന് കൈയൊക്കെ ഒടിയാൻ കാരണമാവും. നെക്സ്റ്റ് കൈയൊടിൽ എന്നല്ല, ഏതൊരു ഭാഗമാണെങ്കിലും ഒടിയാൻ കാരണമായിരിക്കും അല്ലേ, ഫ്രാക്ചർ സംഭവിക്കും. ഗോയിറ്റർ, നമ്മളിങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ ചിലരിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സിമ്പിൾ ഗോയിറ്റർ ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദ ത്രോട്ട് ബിക്കം എൻലാർജ്ഡ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് അയൺ ഇൻ അവർ ഡയറ്റ്. അപ്പം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഡയറ്റിൽ അയണിൻ്റെ കുറവ് ഉണ്ടാവുമ്പോൾ, നമ്മുടെ ബോഡിയിൽ അയൺ അധികം ഇല്ലാണ്ടാവുമ്പോൾ വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഈ ഗോയിറ്റർ, അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ബൈ ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്? അയഡിൻ ആവശ്യമാണ്. കമ്പോണൻസ് അതർ ദാൻ ന്യൂട്രിയൻസിനേക്കാൾ ആവശ്യമുള്ള കമ്പോണൻസ് എന്ന് നോക്കാം. ജസ്റ്റ് ലൈക്ക് ന്യൂട്രിയൻസ് ദർ ആർ സർട്ടൈൻ അതർ കമ്പോണൻസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ അവർ ഹെൽത്ത്. ഇപ്പോൾ നമ്മുടെ ന്യൂട്രിയൻസിനനുസരിച്ച് നമുക്ക് വേറെ കുറേ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബനാന സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് ഫൈബേഴ്സ് കാണാം. വിച്ച് അതർ ഡയറ്ററി ഫൈബേഴ്സ് ഡു യു നോ? നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഡയറ്ററി ഫൈബേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മുടെ ഡയറ്റിൽ വൈ ഇസ് ഇറ്റ് എസെൻഷ്യൽ ടു ഇൻക്ലൂഡഡ് ഫൈബേഴ്സ് ഇൻ അവർ ഡയറ്റ്? നമ്മുടെ ഡയറ്റിൽ എന്തിനാണ് ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്തത്? ഞാൻ നേരത്തെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഫൈബേഴ്സ് എന്ന് വായിച്ചു നോക്കാം. ഫൈബേഴ്സ് ആർ ദ സെല്ലുലോസ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് വിച്ച് ക്യാൻ ബി ഡൈജസ്റ്റഡ് ബൈ അവർ ബോഡി. ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലോസ് ആണ്. ഫൈബേഴ്സ് ആർ നോട്ട് ന്യൂട്രിയൻ കമ്പോണൻസ്. ഹൗവർ ഫൈബേഴ്സ് ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ആൻഡ് ഇജഷൻ ഓഫ് ഫേസസ് ത്രൂ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഫൈബേഴ്സ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെറൽസ് വിത്ത് ബ്രാൻ ലീഫി വെജിറ്റബിൾസ്, ബനാന സ്റ്റെം, ബനാന ഫ്ലവേഴ്സ് എക്സെട്ര കണ്ടെയ്ൻ ഫൈബേഴ്സ്. അപ്പോൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആസ്ക് യുവർ പാരൻസ് അബൌട്ട് ദ ഡിഷസ് പ്രിപ്പയർഡ് ഔട്ട് ഓഫ് ബനാന സ്റ്റെം ഓർ ഫ്ലവർ ഇൻ യുവർ ഹോം. നമ്മൾ ബനാന സ്റ്റെം ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഴപ്പിണ്ടി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ വീടുകളിൽ കറികളൊക്കെ വെക്കാമെന്നുണ്ടാവും. അതിൽ നിന്നൊക്കെ നല്ല ഫൈബേഴ്സ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മളോട് ആ ഒരു പിക്ചർ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മാംഗോയാണ്, മറ്റേത് മാംഗോ ജ്യൂസാണ്. ഡിഡ് യു സീ ദ മാംഗോ സ്ലൈസസ് ആൻഡ് സ്ട്രെയിൻഡ് മാംഗോ ജ്യൂസ് വിച്ച് ഹാസ് മോർ ഫൈബർ. ഫൈബർ എപ്പോഴും കൂടുതൽ എന്തിലായിരിക്കും? മാംഗോയിലായിരിക്കും. വോണ്ട് യു ട്രൈ ടു ഈറ്റ് വോൾ ഫ്രൂട്ട്സ് ലൈക്ക് മാംഗോ, ഓറഞ്ച് ആൻഡ് ആപ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് ദെയർ ജ്യൂസ്. എപ്പോഴും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ജ്യൂസാക്കി കഴിക്കുന്നേക്കാൾ എപ്പോഴും നല്ലത് നമ്മളത് വെറുതെ കഴിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ ആണ്. ഡോണ്ട് യു നോ ദാറ്റ് 70% ഓഫ് അവർ ബോഡി ഈസ് കംപ്രസ്ഡ് ഓഫ് വാട്ടർ. നമ്മുടെ ശരീരത്തിലെ 70% വെള്ളമാണ്. വെള്ളം എന്തിനൊക്കെ ആവശ്യമാണ്? ഡൈജഷനും സർക്കുലേഷനും എക്സ്ക്രീഷനും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ പുറന്തള്ള പോകുന്ന അവസ്ഥയാണ് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിയർക്കുമ്പോൾ, യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തും വിയർക്കുമ്പോഴൊക്കെയാണ്. അതാണ് യൂറിൻ ആൻഡ് സ്വെറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ വി മസ്റ്റ് ഡ്രിങ്ക് പ്ലൻറ്റി. നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം? പ്ലൻറ്റി ഓഫ് വാട്ടർ ഡ്രിങ്ക് ചെയ്യണം. എങ്ങനത്തെ വാട്ടറാണ്? എപ്പോഴും പ്യുവർ വാട്ടർ വേണം നമ്മൾ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 to 12 ഗ്ലാസസ് ഒരു ദിവസം വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ ടൊമാറ്റോ, കുക്കുംബർ, വാട്ടർ മെലൻ ഇതുപോലത്തെ വെജിറ്റബിൾസിലെല്ലാം എന്തുണ്ട്? വാട്ടർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ? ഇത്രയും കാര്യമാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. നമ്മുടെ ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്കുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം. അതിലെന്തൊക്കെ ഉണ്ടാവണം? പ്രോട്ടീൻ ഉണ്ടാവണം, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, ഫാറ്റ് ഉണ്ടാവണം, വൈറ്റമിൻസ് ഉണ്ടാവണം, മിനറൽസ് ഉണ്ടാവണം. അങ്ങനെ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഈസ് ദർ എ സിംഗിൾ ഫുഡ് ഐറ്റം വി ഡിസ്കസ്ഡ് ഏർലിയർ ദാറ്റ് കണ്ടെയ്ൻ ഓൾ ദ ന്യൂട്രിയൻസ് ഇൻ അഡീക്വേറ്റ് ക്വാണ്ടിറ്റി? നോ. ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും ഇതുണ്ടാവോ? ഇല്ല. ഡോണ്ട് വി കോമ്പൻസേറ്റ് ദ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇൻ ഫുഡ് ഐറ്റംസ് വിത്ത് അനദർ വൺ? ഇഫ് സോ ഷുഡ് ഇൻ ദ
ഫുഡ് ഐറ്റംസ് വി ഈറ്റ് ബി ഡൈവേഴ്സ്. അപ്പം നമ്മൾ ഓവറോൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? നമ്മുടെ ഈ ഒരു ഡയറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. അടുത്തത് ചേഞ്ചസ് ടു ബി മെയ്ഡ് ഇൻ മൈ ഡയറ്റ്. നിങ്ങളുടെ ഡയറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ഓരോരുത്തരെയും വ്യത്യസ്തമായിരിക്കും. ചിലർ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നവരുണ്ടായിരിക്കാം, ചിലർ ഇല്ലാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ അവരെന്തൊക്കെ കൊണ്ടുവന്നു, എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്ത് കൊണ്ടുവന്നു, ലഞ്ചിൽ എന്ത് കൊണ്ടുവന്നു, ഡിന്നറിൽ എന്ത് കൊണ്ടുവന്നു എന്ന് എഴുതാം. പിന്നെ ഫുഡ് പ്ലേറ്റ് ആണ്, നമ്മൾക്ക് അറിയാം. ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കൊടുത്തിട്ടില്ലേ, നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? സെറൽസ് വേണം, അതുപോലെ വെജിറ്റബിൾസ് വേണം, ഫാറ്റ് വേണം, പിന്നെ നമ്മുടെ പൾസസ് വേണം, ഫ്രൂട്ട്സ് വേണം, ഇതെല്ലാം, അതായത് വൈറ്റമിൻസ് വേണം. അപ്പോൾ ഈ ഒരു പിക്ചർ കൊടുത്തിട്ടില്ലേ, ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റ് ഉണ്ടാവേണ്ടത്. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആയിരുന്നു യൂഷ്വലി നമ്മൾ കേരളത്തിലെ റൈസാണ് എടുക്കാറുള്ളത്. പ്രോട്ടീന് വേണ്ടി ഗ്രീൻ ഗ്രാമോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. പിന്നെ മിനറൽസിന് ലീഫി വെജിറ്റബിൾ, വൈറ്റമിൻസിന്, പിന്നെ ഫാറ്റിന്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ഓരോന്നും. കാർബോഹൈഡ്രേറ്റിന് എന്തിനാ, പ്രോട്ടീൻ എന്തിനാ, അതൊക്കെ. അപ്പം നിങ്ങളതൊക്കെ ആ ബോക്സിലാക്കി എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ച് ഫോർ ഇറ്റ്സ് കലോറി. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ കഴിച്ചിട്ടുള്ളത് എന്താണെന്ന് നോട്ട് ചെയ്യാനാണ്, നിങ്ങൾ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റീസാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് കലോറി എന്ന് നമുക്ക് നോക്കാം. കലോറി ഈസ് ദ യൂണിറ്റ് ദാറ്റ് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് എനർജി ഇൻ ഫുഡ് ഐറ്റം. നമ്മുടെ ഫുഡ് ഐറ്റംസിൽ എത്ര എനർജി ഉണ്ട് എന്ന് കിട്ടുന്നുണ്ടെന്ന് മെഷർ ചെയ്യുന്ന യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. എനർജി ഈസ് റിക്വയർഡ് ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് റെസ്പിറേഷൻ, സർക്കുലേഷൻ എക്സെട്ര. നമ്മുടെ റെസ്പിറേഷനും സർക്കുലേഷനും ഒക്കെ എനർജി ആവശ്യമാണ്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മാന് എത്ര എനർജി വേണം? 1900 മുതൽ 2400 കലോറി വേണം ഒരു ദിവസം. ഇനി ഒരു വുമൺ ആണെന്നുണ്ടെങ്കിൽ 1600 മുതൽ 2000 കലോറി വേണം ഒരു ദിവസം. ഇനി ഒരു ഗ്രോയിങ് ചൈൽഡിനാണെന്നുണ്ടെങ്കിൽ 1200 മുതൽ 1400 കലോറി വേണം നമ്മുടെ ഒരു ദിവസം. അപ്പോൾ ഒരു ചൈൽഡ് ഗെറ്റ് അബൌട്ട് 750 കലോറീസ് ഓഫ് എനർജി ഫ്രം നൂൺ മീൽ. ഉച്ചയ്ക്ക് കഴിക്കുന്ന നൂൺ മീലിന് 750 കലോറീസാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് എല്ലാ കലോറീസും കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളോട് ഉറപ്പ് വരുത്താൻ. അപ്പോൾ നമുക്ക് ലെസ് എക്സ്പെൻസീവും ന്യൂട്രീഷ്യസ് ഡിഷുമായിട്ടുള്ള ഒരു നൂൺ മീൽ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ സജഷൻസ് ആയിരിക്കും? വാട്ട് ആർ യുവർ സജഷൻസ് ടു ഗെറ്റ് ഇൻഗ്രീഡിയൻസ് ഫോർ പ്രിപ്പയറിംഗ് ദീസ് ഡിഷ്? അപ്പോൾ ഈ ഡിഷസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള നിങ്ങളുടെ സജഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് ന്യൂട്രിയൻസ്. വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഫോർ ദ ലോസ് ഓഫ് ന്യൂട്രിയൻസ് വൈൽ കുക്കിംഗ്? നമ്മൾ ഈ ഒരുപാട് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ന്യൂട്രിയൻസ് എല്ലാം ലോസ് ആവാണ്. വാഷിംഗ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിങ് ദം. നമ്മൾ ഒരിക്കലും വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ വീട്ടിലെ പാരൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ആദ്യം തന്നെ വെജിറ്റബിൾസ് നല്ല രീതി എന്താ വെച്ചാൽ കഴുകണ്ട എന്നല്ല പറഞ്ഞുള്ളത്, നല്ല രീതിക്ക് കഴുകിയതിന് ശേഷമാണ് കട്ട് ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ എന്തെല്ലാം ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല, ഓവർ ബോയിൽ ചെയ്യുന്നതൊന്നും നല്ലതല്ല. അപ്പോൾ അത്രയും പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഡിസ്കസ് വിത്ത് ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം വിത്ത് ദ മെഷേഴ്സ് ടു ബി അഡോപ്റ്റഡ് ടു ദ പ്രിവെൻറ്റ് ദ ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. അപ്പോൾ മുതിർന്നവരോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസിലെ ന്യൂട്രിയൻസ് ലോസ് ആവാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യാനുള്ളതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിരിക്കണതിന് നമ്മുടെ ന്യൂട്രീഷ്യസ് ഫുഡ് എത്ര ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ മനസ്സിലായില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ലെറ്റസ് ആക്സസിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ് ഐറ്റം വിച്ച് കണ്ടെയ്ൻ ദം പ്ലൻറ്റി ഓഫ് ആർ ഗിവൺ ബിലോ. അപ്പോൾ അത് മാച്ച് ചെയ്യാൻ കാർബോഹൈഡ്രേറ്റിന് ഏതാ വരിക ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. വിച്ച് ഈസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, കാരണം ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്ലാസ് എടുത്തതാണിത്. Which is the health issue faced by a person who doesn't eat food contain iodine? അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം നമ്മളിപ്പോൾ തന്നെ പറഞ്ഞുള്ളൂ അല്ലേ. അവർ ബോഡി കാൺ ഡൈജസ്റ്റ് ഫൈബർ. ഇഫ് സോ വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് വി ഷുഡ് ഈറ്റ് ഫുഡ് ഐറ്റം വിച്ച് കണ്ടെയ്ൻ ഫൈബർ? അപ്പം നമ്മുടെ ബോഡിക്ക് ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഫുഡ് ഐറ്റംസ് കഴിക്കണം എന്ന് പറയാൻ കാരണം അത് ഡൈജഷന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. വിച്ച് ന്യൂട്രിയൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്? ടീത്തിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏത് ന്യൂട്രിയൻ്റ് ആണ്? വൈറ്റമിൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
The teacher gave me an iron tablet today, but I didn't eat. Do you agree with Aruna? No. അപ്പോൾ അത് കഴിക്കാൻ വേണം, കാരണം അയണിൻ്റെ കുറവുള്ളവർ എന്ത് ചെയ്യണം, അത് കഴിക്കണം. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ റിക്വയർഡ് ബൈ അവർ ബോഡി ഇൻ ലെസ്സർ ക്വാണ്ടിറ്റീസ്. ഹെൻസ് ഇറ്റ് ഈസ് ഇനഫ് ടു ഇൻക്ലൂഡ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റം വിച്ച് കണ്ടെയ്ൻ ദം ഇൻ അവർ ഡയറ്റ്. ദർ ഇസ് എ ചൈൽഡ് ഒപ്പീനിയൻ. യെസ്. അപ്പോൾ നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? യെസ്, നമ്മുടെ ഫുഡ് ഐറ്റംസിൽ അല്ലാതെ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. അടുത്തത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റിയാണ്, ഒരു റെസിപ്പി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓഫ് എ ഫുഡ് ഐറ്റം യു കുക്ക്ഡ് ഇൻ യുവർ റൂം. എക്സ്ചേഞ്ച് യുവർ റെസിപ്പീസ്. നിങ്ങളെ റെസിപ്പീസ് എക്സ്ചേഞ്ച് ചെയ്യുക, നിങ്ങൾ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഒരു ബാലൻസ്ഡ് ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചില ഫുഡ് പാക്കറ്റ്സ് എല്ലാം നിരീക്ഷിച്ചതിന് ശേഷം അതിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഒബ്സർവ് ചെയ്യുക. പിന്നെ ഒരു സെമിനാർ, ഫുഡ് ആൻഡ് ഹെൽത്തിനെ പറ്റിയിട്ടൊരു സെമിനാർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ പറയണത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്